ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് നോക്കൂ, ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായി തുടർച്ചയായി അനുഭവപ്പെടുന്ന മുഴക്കമാണ് എന്ത് ഡാഷ് അല്ലെ? എന്താണ്? അതായത് ഒരു ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് ആവർത്തന പ്രതിപതനം സംഭവിക്കുമ്പോൾ തുടർച്ചയായിട്ട് അനുഭവപ്പെടുന്ന ഒരു മുഴക്കമുണ്ട്. ആ മുഴക്കം എന്തു പേരിൽ അനുഭവപ്പെടുന്നു? എന്ത് പേരിലാണ്? ആവർത്തന പ്രതിഫലത്തിന്റെ തുടർച്ചയായി അനുഭവപ്പെടുന്ന മുഴക്കമാണ് പ്രതിധ്വനിയാണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അനുരണനമാണ് അല്ലെ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതെ, നമ്മുടെ ഈ മെഗാഫോണ്, അതുപോലെ തന്നെ ഹോണുകൾ, വാഹനങ്ങളുടെ ഹോണുകൾ, അതുപോലെ സംഗീത ഉപകരണങ്ങള്, നാദസ്വരം, ട്രംസ് പോലെയുള്ളവ, അതുപോലെ സ്റ്റെതസ്കോപ്പ് തുടങ്ങിയവയിലെല്ലാം തന്നെ ഈ ഒരു ആവർത്തന പ്രതിപദനത്തിന്റെ ഒരു സവിശേഷതകളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? ആവർത്തന പ്രതിപദനം എന്നാൽ എന്താണ്? ആവർത്തിച്ച് ഒരു ശബ്ദം എന്താ പറയാ, ഒരു മാധ്യമത്തിൽ പോയി തട്ടി വീണ്ടും തിരിച്ചു വരുന്നതിനെയാണ് ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത് കേട്ടോ. ഈ ആവർത്തന പ്രതിപദനം അല്ലെങ്കിൽ അനുരണം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ശബ്ദം ആഗിരണം, ഏത് പദാർത്ഥമാണോ ശബ്ദം ആഗിരണം ചെയ്യുന്നത് അവിടെ വേണമെങ്കിൽ കർട്ടൻ, അതായത് കട്ടിയുള്ള കർട്ടനോ അതുപോലെ കുഷൻ സീറ്റുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അനുരണനം ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുമ്പോഴാണ് എക്കോ ഉണ്ടാകുന്നത് അല്ലേ? ഉറപ്പല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, നോക്കൂ, വേഗം പറയൂ. ഈ പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ വേഗം തിരഞ്ഞെടുത്തേ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ ആണോ ശരി ഉത്തരമായിട്ട് വരുന്നത്? നോക്കൂ, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. ശരിയാണോ? ശരിയാണ്. അടുത്തത്, മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗതയും വർദ്ധിക്കുന്നു. അതും ശരിയാണ്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത് നോക്കിയേ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെയുള്ള ശബ്ദവേഗതയാണ് 331 മീറ്റർ പെർ സെക്കൻഡ്. അതും ശരിയാണ്. ഇനി നോക്കൂ, ശബ്ദത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമമാണ് വാതകം. അതും ശരിയാണ്. ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയണത്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെയുള്ള ശബ്ദവേഗതയാണ് 331 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. 343 എന്താണെന്നറിയോ? 343 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ സഞ്ചാര വേഗതയാണ് കേട്ടോ. 343 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ പറഞ്ഞ പ്രസ്താവന എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസില് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക അല്ലേ? പ്രസ്താവനകൾ വേഗം വായിക്കൂ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണോ? ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കൂ, വവ്വാലുകൾക്ക് അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ശരിയല്ലേ? ശരിയാണ്. ശരിയായ പ്രസ്താവന അല്ലേ? സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. തെറ്റാണ്. സോണാറിൽ എന്താണ്? അൾട്രാസോണിക് ആണ് ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക അല്ലെ? ഇതിൽ ഏതാണ് ശരിയായ ജോഡി? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ശരിയായ ജോഡി ഏതാണെന്ന്? ഏതാണ് ഇവിടെ ശരിയായ ജോഡി?
ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലേ? ഏതാണ് നോക്കൂ, ശ്രവണ സ്ഥിരത എത്രയാണ് മനുഷ്യനിലെ? 1/10 സെക്കൻഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0.1 സെക്കൻഡ് എന്ന് പറയാം. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ശ്രവണ പരിധിയാണ് 25K ഹെർട്സ് എന്ന് പറയുന്നത്. ഗാൾട്ടൻ വിസിൽ 30,000 ഹെർട്സ് ആണ്. ശരിയല്ലേ? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നമ്മളെ മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് ചെയ്യല്ലേ? എന്താണ് നമുക്ക് ഇന്ന് മാത്സിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് ഓർമ്മയുണ്ടാ? ശരാശരിയാണ് അല്ലേ? നോക്കിക്കോളൂ, ചുവടെ കൊടുത്തിരിക്കുന്ന വിലകളുടെ മാധ്യം കാണുക അല്ലെ? ശരാശരി കാണാനാ പറഞ്ഞിരിക്കുന്നത്. 27, 33, 48, 56, 58, 63, 65, 66. ഇതിന്റെ മാധ്യം ശരാശരി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ നമ്മൾ ശരാശരി കാണുക? ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ശരാശരി എങ്ങനെയാ നമ്മൾ കാണുക? തുക ഡിവൈഡഡ് ബൈ എണ്ണം അല്ലെ? തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്താൽ മതി. നമ്മൾ എങ്ങനെ ഇതിന്റെ തുക കാണും? ഇതെല്ലാം കൂടെ കൂട്ടുക അല്ലെ? 27 പ്ലസ് 33 പ്ലസ് 48 56 58 63 65 66 ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പൊ എത്ര കിട്ടും ഇതെല്ലാം കൂടി കൂട്ടുമ്പോ? നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 416 കിട്ടും. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലെ? 416/8 എത്രയാണ് ആൻസർ വരുന്നത്? 52 എന്ന് ഉത്തരം കിട്ടും. ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. വേഗം ഒരു പെന്നും പെൻസിലും എടുത്ത് വേഗം ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയൂ ട്ടാ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 52 ആണ് ഈ വിലകളുടെ മാധ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം അദ്ദേഹത്തിന് 150 രൂപ കിട്ടി. ഒരു ദിവസത്തെയാണേ. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? അല്ലെ? കുമാരൻ കുറെ ദിവസങ്ങളിലെ പാൽ വിൽപ്പന തുടർച്ചയായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിവസം ശരാശരി അയാൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു ദിവസം അദ്ദേഹത്തിന് 150 രൂപ ലഭിക്കുന്നുണ്ട്. അപ്പൊ അയാള് ജൂൺ മാസം മുഴുവനായിട്ട് പരിശോധിച്ചിട്ട് ജൂൺ മാസം നോക്കുകയാണ്. അപ്പൊ ഇതേ രീതിയിൽ തുടർന്നാല് ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? അല്ലെ? ജൂൺ മാസമാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പൊ ജൂണിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? 30 ദിവസങ്ങളുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന് എത്ര ശരാശരി വരുമാനം കിട്ടുന്നുണ്ട്? 150 രൂപ കിട്ടുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുക കണ്ടൂടെ? അല്ലെ? നമുക്ക് എന്താണ് നമ്മുടെ ഇക്വേഷൻ? നമുക്കറിയാം, ശരാശരി സമം തുക ബൈ എണ്ണമാണ് അല്ലെ? ഇവിടെ തുക ശരാശരി തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തുക കാണണം. അപ്പൊ എന്ത് ചെയ്യുക? ശരാശരിയായ 150 ഇൻറ്റു ദിവസം എണ്ണമായിട്ടുള്ള 30 എത്ര ആൻസർ കിട്ടി? 4500. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4500. വെൽ ഡൺ. അടുത്ത ചോദ്യം, ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? അല്ലെ? എങ്ങനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുക? എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ ഒരു ഫോർമുല ഉണ്ട് അല്ലെ? ഏതാണ് എണ്ണൽ സംഖ്യകള്? n+1/2 അല്ലെ? ഇതാണ് എണ്ണൽ സംഖ്യകള്. ഇനി അതേ സമയത്ത് ഇരട്ട സംഖ്യകളാണെന്നുണ്ടെങ്കിലോ n+1, ഒറ്റ സംഖ്യകളാണെന്നുണ്ടെങ്കിലോ n ആണ് അല്ലെ? അപ്പൊ ഇത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുക. എണ്ണൽ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ n+1/2 ആണ്. ഇനി ഒറ്റ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ n+1 ആണ്. ഇനി അതേപോലെ തന്നെ ഇരട്ട സംഖ്യകളാണെന്നുണ്ടെങ്കിൽ n+1 ആണ്. ഒറ്റ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ n തന്നെയാണ് ഉത്തരം. ചോദ്യം എന്താണ്? ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കും? n+1/2 ചെയ്താൽ മതി അല്ലെ? ഇവിടെ എത്രയാണ്? 200 + 1 / 2. എത്ര ആൻസർ കിട്ടി? 100.5 കിട്ടും അല്ലെ? ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഏതാണ്? 100.5 ആണ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു ട്ടോ. അടുത്ത ചോദ്യം 2 മുതൽ
50 2 മുതൽ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി അല്ലെ 2 മുതൽ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ റെഡി ആണ് അല്ലെ. ഏതാണ് ഇരട്ട സംഖ്യകളുടെ ശരാശരി? ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് n+1 ചെയ്താൽ മതി. എത്ര കാണണം? 50 ഇരട്ട സംഖ്യകൾ അല്ലെ. അപ്പൊ 50 + 1 എത്രയാണ്? 51. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. 3 പേരുടെ ശരാശരി വയസ്സ് 13 ആണ്. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14 ആണ്. മൂന്നാമന്റെ ശരാശരി വയസ്സ് എത്രയാണ്? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ ചെയ്യും? നോക്കൂ, 3 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 13 അല്ലെ. 9 3 39. അടുത്തത് 2 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 2 പേരുടെ ശരാശരി വയസ്സാണ് 14 അല്ലെ. 2 × 14 എത്ര കിട്ടി? 28. ഇനി മൂന്നാമന്റെ ശരാശരി വയസ്സ് കാണാനായിട്ട് മൂന്നാമന്റെ ശരാശരി വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 39 - 28 ചെയ്യുക. എത്ര ഉത്തരം കിട്ടും? 11. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. എന്റെ ഒപ്പം തന്നെ നിങ്ങളും ചെയ്തു പോയിക്കോളൂ. പ്രോബ്ലംസ് ഒരിക്കലും നമുക്ക് കാണാപ്പാഠം പഠിക്കാനും വായിച്ചു പഠിക്കാനും സാധിക്കില്ല, ചെയ്ത് തന്നെ പഠിക്കണം. അടുത്ത ചോദ്യം. 7 സംഖ്യകളുടെ ശരാശരി 9 ആണ്. ഓക്കെ, സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്രയാണ്? 7 സംഖ്യകളുടെ ശരാശരി 9 ആണ്. ഈ സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ ശരാശരി തന്നിട്ട് അതിന് 2 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ശരാശരി എത്രയാണ്? 9 ആണ്. അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 9 × 2 18. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് 18. അപ്പൊ ഈ സംഖ്യകളുടെ ഒക്കെ പുതിയ ശരാശരി എത്രയാണ്? 18 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. 4 കുട്ടികൾക്ക് ശരാശരി വയസ്സ് 7. അഞ്ചാമത്തെ ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി വയസ്സ് 6. എങ്കിൽ അഞ്ചാമന്റെ വയസ്സ് എത്രയാണ്? അല്ലെ, 4 കുട്ടികളുടെ ശരാശരി വയസ്സ് അല്ലെ. 4 കുട്ടികളുടെ ശരാശരി ആവറേജ് വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് അല്ലെ. ഇനി 4 കുട്ടികളുടെ ശരാശരി വയസ്സിന്റെ തുക നമ്മൾ എങ്ങനെ കാണാം? ഈ 4 കുട്ടികളുടെ വയസ്സുകളുടെ തുക കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 7 × 4 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 28 നമുക്ക് കിട്ടും അല്ലെ. ഇനി 5 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 5 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 6 ആണ്. 5 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഉറപ്പല്ലേ? ഇനി ഈ 5 കുട്ടികളുടെ ശരാശരി വയസ്സിന്റെ തുക നമ്മൾ എങ്ങനെ കണ്ടാൽ മതി? 5 കുട്ടികൾ 6. 6 × 5 എത്രയാണ്? 30 ആണ്. അങ്ങനെയെങ്കിൽ അഞ്ചാമന്റെ വയസ്സ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? 30 - 28 2 അല്ലെ. 2 ഉണ്ട് നമ്മുടെ ഓപ്ഷനില്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ശ്രുതി, അജ്ര, പൊന്നു, സജിത്ത് ഒക്കെ ശരി ഉത്തരം പറഞ്ഞു കേട്ടോ. വെൽ ഡൺ. ഓപ്ഷൻ എ ആണ്, 2 ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം. 50 പേരുടെ ശരാശരി ഭാരം 40 കിലോ ആണ്. 50 പേരുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 40 കിലോ ആണ്. സംഘത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞാൽ പോയ ആളിന്റെ ഭാരം എത്രയാണ്? 50 പേരുണ്ട്. ഓക്കെ, 50 പേരുണ്ട്, 50 ആൾക്കാരുണ്ട്. അവരുടെ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ 40 ആണ്. അവരുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 40 ആണ് അല്ലെ. ഈ 50 പേരുടെ ഭാരത്തിന്റെ തുക കാണണ്ടേ?
ഈ 50 പേരിന്റെ ഭാരത്തിന്റെ തുക നമുക്ക് കാണണം. അപ്പൊ എങ്ങനെ കാണും നമ്മള്? 50 പേരും ഉണ്ട്, അവരുടെ ശരാശരി എത്രയാണ്? 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ചെയ്താ പോരെ? 50 × 40 ചെയ്താ പോരെ? എത്ര കിട്ടും നമുക്ക്? 4 20 2000 എന്ന് കിട്ടും. ഉറപ്പല്ലേ? ഇനി നോക്കൂ, സംഘത്തിൽ നിന്ന് ഒരാള് പോയപ്പോ ശരാശരി 1 കുറഞ്ഞു. അപ്പൊ ശരാശരി 40 ആയിരുന്നു. അപ്പൊ 1 കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ഒരാള് പോയി. അപ്പൊ 50 എന്നുള്ളത് എത്രയായി? 49 എന്നായി. അതേപോലെ ശരാശരി 40 എന്നുള്ളത് 39 ആയി. എന്നാൽ ഈ തുക നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ തുക എങ്ങനെ കണ്ടുപിടിക്കും? 49 × 39 ചെയ്യുക. എത്ര കിട്ടി? 1911 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. കിട്ടില്ലേ? യെസ്, കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഭാരം കണ്ടുപിടിക്കാനായിട്ട് 2000 - 1911 ചെയ്താല് നമുക്ക് എത്രയാ ഉത്തരം കിട്ടുക? 89. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിലെ 6 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 6 പേരുടെ ശരാശരി വയസ്സ് 21 എങ്കിൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ടു മുൻപ് ആ കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്രയാണ്? ക്വസ്റ്റ്യൻ കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട. അതായത് ഇപ്പോ നിലവിൽ ആ കുടുംബത്തിലെ ശരാശരി ആൾക്കാരുടെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ്? വയസ്സുകളുടെ തുക എത്രയാണ്? നമുക്ക് കുടുംബത്തിൽ 6 പേരുണ്ട് അല്ലെ? എത്ര പേരുണ്ട് ആ കുടുംബത്തില്? 6 പേരുണ്ട്. അവരുടെ വയസ്സ്, ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ വയസ്സുകളുടെ തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 6 × 21 എത്ര കിട്ടി? 126 കിട്ടി. ഉറപ്പല്ലേ? 126 കിട്ടി അല്ലേ? ഇനി കുട്ടി ജനിക്കുന്നതിന് മുൻപ് ഓരോ വ്യക്തികൾക്കും 6 വയസ്സ് വീതം എന്ത് ചെയ്യുന്നു? കുറയും അല്ലേ? അപ്പൊ കുട്ടി ജനിക്കുന്നതിന് മുമ്പാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും 6 വയസ്സ് വീതം കുറയും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അതായത് 6 × 6 36 അല്ലേ? അത് നിന്ന് കുറഞ്ഞു പോകും. ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള ശരാശരി വയസ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 126 നിന്ന് 36 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാർ അല്ലേ? അപ്പൊ 126 - 36 ÷ 5 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 18. ഉറപ്പല്ലേ? 126 36 90 90/5 ചെയ്യുമ്പോ എത്രയാ കിട്ടുന്നത്? 18 ഉത്തരം കിട്ടും. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ ശരാശരി അല്ലെ? ക്യൂബിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലെ? ക്യൂബിന്റെ ശരാശരി എത്രയാണ്? എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി നമ്മൾ എങ്ങനെ ചെയ്യും? എന്താണ് അതിനുള്ള ഇക്വേഷൻ? അതിനുള്ള ഫോർമുല എന്താണ്? n × ക്യൂബുകളുടെ ശരാശരി കാണാനായിട്ട് n × n+1/4 n+1² / 4 ചെയ്താൽ മതി അല്ലെ? ക്യൂബുകളുടെ തുകയാണ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ n × n+1² / 4 ചെയ്താൽ മതി. n എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണല്ലേ? അപ്പൊ 4 × 4+1² / 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? എത്രയാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, 25 അല്ലെ? അതായത് 4 × 4+1/4 അല്ലെ? അപ്പൊ 4 × 4+1 5² അല്ലെ? / 4 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 4 ക്യാൻസൽ ചെയ്ത് പോയി. 5² എത്രയാണ്? 25. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, she has finished her work. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. she has finished her work. ഇവിടെ ഓക്സിലറി വേർബ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് has ആണ് അല്ലേ? അത് മാത്രല്ല സെന്റൻസ് എന്താണ് ഇവിടെ? she has finished her work. പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ
സെന്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അത് മാത്രം മനസ്സിൽ ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു സെന്റൻസില് ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്ന് പറയുന്ന സെന്റൻസില് ഹാസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബ് ആണ്. അപ്പൊ ഈ ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്? ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ശ്രീജ ശരി ഉത്തരാണ് പറഞ്ഞത്. ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഹാസ് നമ്മൾ എടുത്തു. എന്നിട്ട് ഹാസ് ഇൻ ഷീ അവൾ ചെയ്തോ, അല്ലെ? ഹാസ് ഇൻ ഷീ അവര് ഫിനിഷ് ചെയ്തോ എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, അല്ലെ? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സെന്റൻസ്. ലെറ്റ്സ്, അതുപോലെ തന്നെ ലെറ്റസ് എന്നിവയൊക്കെ ആരംഭിക്കുന്ന വാക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ഓർക്കുക? ഷാൽ വി. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഷാൽ വി. ലെറ്റ്സ് ഗോ എന്നൊക്കെ വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് വേറെ ഒന്നും നോക്കണ്ട, ഷാൽ വി ആയിരിക്കും. അടുത്ത ചോദ്യം, നത്തിങ് വിൽ ഹാപ്പൻ. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. നത്തിങ്, അവിടെ നോ അല്ലെങ്കിൽ നത്തിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്തായിരിക്കും? ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോ ഇതിലെ ഓക്സിലറി വെർബ് ആയിട്ടുള്ള വില്ല് നമുക്ക് എടുക്കാം. അപ്പൊ ആ വില്ലുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ? അതിലെ ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെ? അപ്പൊ എന്താണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? അതായത് സെന്റൻസ് എന്താണ്? നത്തിങ് വിൽ ഹാപ്പൻഡ്. അപ്പൊ എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട്, നോയും നത്തിങ് ഒക്കെ വന്നതുകൊണ്ട് നമ്മള് ടാഗ് എന്തായിരിക്കണം? ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതിലേതാണ് പോസിറ്റീവ് ടാഗ്? വിൽ ഇറ്റ്, അല്ലെ? വിൽ ഇറ്റ്. അതാണോ? അതാണ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വിൽ ഇറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കൂ, none of the people arrived in time for the meeting. ഇവിടെയും എന്താണ്? none of the people, ഒരാൾ പോലും കറക്റ്റ് ടൈമിന് മീറ്റിംഗിന് എത്തിയില്ല, അല്ലെ? നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഇൻ ദ ടൈം ഓഫ് ദ മീറ്റിംഗ്. അവിടെ സെന്റൻസ് എന്തായി? സെന്റൻസ് നെഗറ്റീവ് ആണ്. ഒരു കാര്യം ഓർക്കുക, സെന്റൻസ് നെഗറ്റീവ് ആണോ ടാഗ് എന്തായിരിക്കും? ടാഗ് പോസിറ്റീവ് ആണ്. ടാഗ് ഏതാണ്? ഡിഡ് ദേ. നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ടൈം ഓഫ് ദ മീറ്റിംഗ്. ഡിഡ് ദേ. ടാഗ് എന്താണ് ഇവിടെ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ടാഗ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലാസ്റ്റത്തെ ചോദ്യം 35ാമത്തെ ചോദ്യമാണ്, nobody knows how to operate the new machine. ഇവിടെയും എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്. nobody know, അല്ലെ? ഒരാൾക്കും ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സെന്റൻസ് അല്ലെങ്കിൽ nobody know, അല്ലെ? ആർക്കും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സെന്റൻസ് എന്തായി? സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താകും? ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡു ദേ ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ 35 ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലുള്ള 35 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. നന്ദി, നമസ്കാരം.